പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ മക്കളെ ഉടമ്പടി എടുത്തവരും എടുക്കാത്തവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. കർത്താവേ, അങ്ങനെ മക്കളെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും അവർക്ക് വേണ്ടി അവർക്ക് അടുത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കന്മാർ എടുത്ത് പോയി കയ്യിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ നിങ്ങളുടെ ഉപകരണങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ ഓരോരോ ഇടങ്ങളിലേക്ക് പോകാനും കൊടുക്കാനും വായിക്കാനുമുള്ള വിഷയങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ്, ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനേക്ക് നളിച്ചത് കർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ പോവുകയും നിന്റെ വഴികളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ. പല മാനസികാവസ്ഥയിലുള്ളവരുണ്ട് ഈശോയെ. ഭർത്താവിൻ്റെ വഴക്കിട്ടിട്ടുള്ളവരുണ്ട്, സാമ്പത്തിക തകർച്ചിരിക്കുന്നവരുണ്ട്, കുടുംബത്തിൽ കലഹമുള്ളവരുണ്ട്, മക്കളെ അനുസരിക്കാത്തവരുണ്ട്, മക്കൾ ജയിലിലായവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, ഭവനത്തിലും പണിസ്ഥലങ്ങളിലും ജോലി സ്ഥലങ്ങളിലും സങ്കടങ്ങളുള്ളവരുണ്ട്. കർത്താവേ, കണ്ണീരുടെ ഞങ്ങളുടെ ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ കന്യാസ്ത്രീ മറിയം നിങ്ങളെ ഇന്ന് സന്ദർശിക്കുകയും നിങ്ങളെ സാന്ത്വനപ്പെടുത്തുകയും ചെയ്യട്ടെ. ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ, ആശങ്കപ്പെടുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. നിന്നെ ഭീഷണിപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഇന്നത്തെ എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓരോ യോഗമാകാം, മീറ്റിംഗ് ആകാം, അവിടെ ഉണ്ടാകുന്ന ക്രിറ്റിസിസം ആകാം, നിന്നുള്ള ചോദ്യം പറച്ചിലാകാം, എന്തും ആയിക്കൊള്ളേ, അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch your fire finger, soak with the precious blood, authority of the Catholic Church, power of Jesus Christ, with the merit of some holy priesthood, I bless and hallow you. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു.
അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മാതാവിനെ ലൂർദിൽ വെച്ച് എന്നോട് പറഞ്ഞത് തന്നെ, അതായത് സ്പിരിച്വൽ ഗ്രേസ് ബിൽട്ട് അപ്പ് ഓൺ നേച്ചർ എന്ന് നമ്മൾ കേൾക്കും. പക്ഷെ സ്പിരിച്വാലിറ്റി ബേസ്ഡ് അപ്പോൺ ജെനുവിനിറ്റിയാണ്. അത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത ഒരു പ്രബോധനമാണ്. ആധ്യാത്മികത ജെനുവിനിറ്റിയിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. മത്തായി 18:21 എടുത്തേ. അപ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എന്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? ഇന്നലെ നമ്മൾ കണ്ട സമരക്കാരുടെ കാര്യമില്ലേ, തീഗന്ധ ഇറക്കാൻ. അപ്പൊ ആ ആൾക്കാരെ ഓരോരുത്തരെ വിളിച്ച് ഇട്ട് ചെയ്യണം. അവിടെ തീഗന്ധ ഇറക്കിയ ആൾക്കാരുടെ ഈ അങ്ങനെ പറഞ്ഞെങ്കിലും പത്രോസിനറിയാം ഈ അണ്ണന്മാര് ഇപ്പോഴും സമരക്കാരോട് ക്ഷമിച്ച് കാണത്തില്ല. ചിലപ്പോ എന്ത് സ്പിരിറ്റാണ് നിന്നിലുള്ളതെന്ന് ചോദിച്ചില്ലേ. അപ്പൊ കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വന്നിരിക്കണത്. ഞാൻ വന്നിരിക്കണത് ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണെന്ന് ഈശോ പറഞ്ഞില്ലേ, ഞാൻ 10:10. എങ്കിലും ഈ അണ്ണന്മാർക്കെല്ലാം പൊതുവെ വലിയ മാറ്റമൊന്നുമില്ല. മാറ്റമില്ലെന്നല്ല, അവർക്ക് വേണ്ടത്ര ഈ ജീവൻ ഉണ്ടാകാനും പിന്നെന്താ അത് സമൃദ്ധമാകാനാണെന്നല്ലേ. അപ്പൊ ജീവൻ സമൃദ്ധിയാണ് ഈശോയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ആണ് പത്രോസിനെ ഈശോയുടെ ടോപ്പിക്ക് പിടികിട്ടി. പത്രോസിന്റെ വിജയവത പെട്ടെന്ന് കാര്യം മനസ്സിലാവും, പെട്ടെന്ന് പ്രതികരിക്കുകയും ചെയ്യും. അതായത് പത്രോസിനെ എപ്പോഴും നിഴൽ മറയത്ത് നിർത്തിയിട്ട് വിവരമില്ലാത്തവനെ എടുത്തിട്ടക്കാരനാണെന്നൊക്കെ പറയുന്നില്ലേ, അതിന് പിന്നിലൊരു പൊളിറ്റിക്സ് ഉണ്ട്. കാര്യം എന്താ, പൗലോസിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വ്യഗ്രതയിലാണ് ഈ അഭ്യാസം കാണിക്കുന്നത്. പക്ഷേ പത്രോസല്ലേ കർത്താവിൻ്റെ വചനങ്ങളെ കേൾക്കുകയും ആദ്യമായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും അതിൻ്റെ അന്തർധാരകളെ അടിയൊഴുക്കുകയും ആത്മാവെ വൈജ്ഞാനികമായിട്ട് ആവശ്യിക്കുകയും ചെയ്തിട്ടുള്ള ആ ഒരു ആത്മീയ ശിശുവില്ലേ, ആത്മീയ ശിശുവിൻ്റെ എടുത്താട്ടം മാത്രമേ പത്രോസിനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ പത്രോസ് ചോദിക്കണേ എന്താ വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് നീ ജീവൻ സമൃദ്ധിയായി ഉണ്ടാകാനെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഈ അണ്ണന്മാർ പലരും ഇപ്പോഴും ക്ഷമിച്ചിട്ടൊന്നുമില്ല. സത്യം പറഞ്ഞാൽ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? ഈ ഡയബോളിക് ക്ഷമിക്കാത്ത വൈരാഗ്യ ബുദ്ധിയുള്ള ഡയബോളിക് പേഴ്സണാലിറ്റി നാഗവല്ലി ഇപ്പോഴും ഇവന്മാരുടെ ഉള്ളിലൊക്കെ ഉണ്ട്. അതിനാണ് ഇച്ചിരി ചോദിക്കണത്. എത്ര എടുത്ത് അപ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു, അതെ, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എന്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുളി ചെയ്തു, 7 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. 70 പ്രാവശ്യം എന്ന് പറയുമ്പോൾ അത്രയും നമ്മൾ ബലഹീനമാകുകയാണ്. എന്തിനാണ്? മനുഷ്യൻ്റെ ശക്തി ഓൺ ഔട്ട് ആകുകയാണ് അവിടെ. വി ഡിക്ലെയർ ദാറ്റ് വി ആർ ഹെൽപ്ലെസ് ആൻഡ് വീക്ക്നെസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്.
നമ്മളിപ്പോൾ അനാമി യാബയായിട്ട് മാറുന്നു. സെർവൻ്റ് ഓഫ് ഗോഡ്, ഒരു പ്രയോജനമില്ലാത്ത ദാസൻ, കടമ നിർവഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നോട് പറഞ്ഞു 7 പ്രാവശ്യം ക്ഷമിക്കാൻ, എന്നോട് പറഞ്ഞു അവൻ 70 പ്രാവശ്യം ക്ഷമിക്കാൻ. ഞാൻ ബലഹീനനായി, ക്ഷമിച്ചിരിക്കുന്നു. അവൻ പറയണ പോലെ ചെയ്യുക, അതാണ് ഉടമ്പടി. ആ ഉടമ്പടിയിലെ പ്രോസസ്സിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കണത്? എന്തെന്നാൽ ബലഹീനതയിലാണ്. കണ്ട, 70ാമത്തെ പ്രാവശ്യം ക്ഷമിക്കുമ്പോൾ 70 പ്രാവശ്യം നിത്യമായി ക്ഷമിക്കുമ്പോൾ നമ്മൾ വി ആർ ഗെറ്റിംഗ് വീക്ക് ആൻഡ് വീക്ക് ആൻഡ് വീക്ക്, നമ്മൾ ബലഹീനമായി. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ സമാന്തരമായി സംഭവിക്കുന്ന കാര്യമുണ്ട്. എന്താണത്? 2 കൊറിന്തോസ് 12:9. എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി, ദാറ്റ് മീൻസ് കൃപ പ്രവർത്തിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു തന്ന അമ്മ മാതാവിന് നന്ദി. അതുപോലെ ഞാൻ ഉടമ്പടി എടുക്കും മുമ്പേ അമ്മ മാതാവ്, കൃപാസന മാതാവ് എൻ്റെ വീട്ടിൽ വന്നു. എനിക്ക് നടുവേദന വന്നെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഹോസ്പിറ്റലിലായിരുന്നു, കിടക്കയിലായിരുന്നു. ഞാൻ 2 വട്ടം അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഞാൻ നോക്കുമായിരുന്നു. അന്നേരം എനിക്ക് അമ്മ എല്ലാ കാര്യങ്ങളും ബെഡേലായിരുന്നു. അന്നേരം ഞാൻ നോക്കിയപ്പം എനിക്ക് നടുവേദന കൂടി. എൻ്റെ ഡിസ്കിനാണെങ്കിൽ ഡിസ്ക് അടുത്ത് വന്നു. ഞാൻ സ്കാൻ ചെയ്ത് എക്സ്റേ എടുത്തു, എല്ലാം ചെയ്തു. മരുന്നൊക്കെ കഴിച്ചിട്ടും അത് മാറിയില്ല. പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് അമ്മയെ നാട്ടിൽ വിട്ടു. പിന്നെ വീട്ടിൽ വന്നിട്ട് കുറേ പ്രാർത്ഥിച്ചു. അമ്മ മാതാവേ, ഞാൻ എൻ്റെ അമ്മയല്ലേ ഞാൻ നോക്കിയത്, എനിക്കെന്താ ഈ വേദന വന്നു, എനിക്ക് താങ്ങാൻ പറ്റത്തില്ല, എനിക്ക് ഒരു കസേരയിലിരിക്കാൻ പറ്റത്തില്ല, ഒരു ഇരുന്നുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല, ഭയങ്കര വേദന. അപ്പോൾ ഒരു ദിവസം ഞാൻ ബെഡ്റൂമിൽ പോയി, എൻ്റെ ബെഡേൽ പോയി കിടന്നു. അന്നേരം എൻ്റെ കൺമുമ്പിൽ, ഞാൻ കണ്ണ് തുറന്നുകൊണ്ട് ഈ മൊബൈലിലൊക്കെ നോക്കിക്കൊണ്ടായിരുന്നത്, പെട്ടെന്ന് അമ്മ മാതാവ്, കൃപാസന മാതാവ് എൻ്റെ അരികിൽ നിന്നു. അടുത്ത് വേളാങ്കണ്ണി മാതാവും തൊട്ടടുത്ത് ഈശോയും, 3 പേരെയും ഞാൻ നേരിട്ട് കാണുന്നത് പോലെ കണ്ടു. അപ്പം കൃപാസന മാതാവാണ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ മലയാളത്തിൽ ആദ്യം പറഞ്ഞു, എല്ലാം ശരിയായി, നീ എന്തിനാ കിടക്കുന്നേന്ന്. പിന്നെ ഉടനെ തന്നെ തമിഴിലും പറഞ്ഞു, ഏൻ പടുത്തിരിക്കാ നീ, എല്ലാം ശരിയായിട്ട് എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഞെട്ടി ഓടി ചെന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. പെട്ടെന്ന് അത് മാഞ്ഞു പോവുകയും ചെയ്തു. 3 പേരെയും കണ്ടു, ഈശോയും വേളാങ്കണ്ണി മാതാവും കൃപാസന മാതാവാണ് എൻ്റെ മുമ്പിൽ വന്ന് അങ്ങനെ പറഞ്ഞു. പിന്നെ ഹസ്ബൻഡിനോട് ചെന്നിട്ട് പറഞ്ഞു, ഇതുപോലെ ആ വേദന ആ നിമിഷം പോയത്, ഈ സെക്കൻഡ് വരെ എനിക്ക് ആ വേദന വന്നിട്ടില്ല. അതിന് അമ്മ മാതാവുക്ക് കോടാനുകോടി നന്ദി. ഇതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവ് എനിക്ക് തരുമെന്നുള്ള ഉറപ്പോട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയും പറഞ്ഞ ഞാൻ പത്രം വിതരണം ചെയ്യും. പിന്നെ എൻ്റെ കൂട്ടുകാരി 2 പേരെ ഞാൻ ഇവിടെ കൃപാസനത്തിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കൂട്ടുകാരിക്കാണെങ്കിൽ അലാറം വെക്കാൻ അറിയത്തില്ല. ഞാൻ അതുകൊണ്ട് 5:30 മണി പ്രാർത്ഥനയ്ക്ക് ഞാൻ അവളെ 5 മണി കഴിഞ്ഞിട്ട് ഉണർത്തും. പിന്നെ കാശുരൂപം കൊടുത്ത് എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് കാശുരൂപം കൊടുക്കുമായിരുന്നു. പൈസ കൊടുത്ത് ചിലർക്ക് ഞാൻ സഹായിച്ചിട്ടുണ്ട്, ആഹാരവും കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ കാരുണ്യ പ്രവർത്തനം. അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി സ്തോത്രം, നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും കൃപാസന പ്രസാദപര മാതാവിനും അതുപോലെ തന്നെ ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് കീർത്തി, കറൻ്റ്ലി UK സെറ്റിൽഡാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 16/1/2022 ഉടമ്പടി നിയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ കാര്യമാണ് ആദ്യമായിട്ട് പറയേണ്ടത്. എൻ്റെ മകനാണെങ്കിൽ 2.5 ഇയേഴ്സ് ഉണ്ടായിരുന്നിട്ടും സംസാരത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. യൂഷ്വലി നമ്മൾ ഡോക്ടേഴ്സിനെ കണ്ടു, അവർ സ്പീച്ച് ആൻഡ് ലാംഗ്വേജിന് റെഫറിൽ പോയി. അപ്പോൾ അവർ പല സാധ്യതകളും പറഞ്ഞു. ഓട്ടിസം ആയിരിക്കാം, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ കൊണ്ടായിരിക്കാം,
പല കാരണങ്ങൾ കൊണ്ടും കോവിഡ് പാൻഡമിക്കിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈ കൊച്ചിൻ്റെ സ്പീച്ച് തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു. ആസ് എ മദർ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി, വളരെയധികം സ്ട്രെസ്ഡായി ഞാൻ. ഉടനെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് നാട്ടിലോട്ട് വരികയാണ് ചെയ്തത്. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ള രീതിയിലായിരുന്നു വന്നത്. അപ്പോൾ അതിനു മുമ്പേ തന്നെ എനിക്ക് മാതാവിനുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ബേബി അല്ല എൻ്റെ ആർച്ചി എന്ന് പറയുന്നത്, എൻ്റെ മകൻ എന്ന് പറയുന്നത്. അതിന് മുമ്പേ എനിക്കൊരു 3.5 months ആയപ്പോൾ ഒരു ബേബി അബോട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അബോർഷനിൽ ത്രൂ ആണ് ഞാൻ മാതാവിനെ പരിചയപ്പെടുന്നത്. ഒത്തിരി അധികം വിഷമം വന്നപ്പോൾ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ മാതാവിൻ്റെ രൂപമാണ് എൻ്റെ മുമ്പിൽ ആദ്യമായിട്ട് വന്നത്. അപ്പം രണ്ടാമത്തെ ബേബി ഉണ്ടായപ്പോഴും ഞാനത് മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണെന്ന് തന്നെ കരുതിയാണ് ഞാൻ ഉടനെ തന്നെ ഇവിടെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തത്. അപ്പം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി നിയോഗമായിട്ട് ഫസ്റ്റ് വെച്ചത് മകൻ്റെ കാര്യമാണ്. അൺഫോർച്ചുനേറ്റ്ലി അവൻ ഇപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടില്ല, വീട്ടിലാക്കി വരേണ്ട ഒരു സന്ദർഭം ഉണ്ടായി. അപ്പോൾ അവനാണെങ്കിൽ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചുപോയി. ഫസ്റ്റ് എനിക്ക് അവൻ്റെ സ്കൂളിൽ നിന്നാണ് ഒരു റിപ്പോർട്ട് കിട്ടുന്നത്. സ്കൂൾ ടീച്ചേഴ്സൊന്നും ഹാപ്പി അല്ല അവൻ്റെ പെരുമാറ്റത്തിൽ, ക്ലാസ്സിൽ അറ്റൻഷനില്ല, പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം മാറി നിൽക്കുന്നു, ഓടിപ്പോകുന്നു, അങ്ങനെ പല പല ഇഷ്യൂസായിട്ട് ടീച്ചർ എന്നോട് റിക്വസ്റ്റ് ചെയ്തു ക്ലാസ്സിൽ നിന്ന് TC വാങ്ങി വേറെ ഏതെങ്കിലും സ്കൂളിൽ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് അന്ന് കരഞ്ഞ് ചോദിച്ചു, അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയൊരു മകനാണ് എൻ്റെത്, അമ്മയുടെ തീരുമാനം എന്താണോ അത് ഞാൻ ശിരസാ വഹിക്കുമെന്ന് പറഞ്ഞു. അന്ന് ഈവനിങ് പ്രെയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മകന് ഒന്നും സംസാരിക്കില്ലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് അമ്മയെ സ്തുതിച്ചുകൊണ്ടാണ് അവൻ പറഞ്ഞത്. ഉന്നതൻ നീ എന്നുള്ള ക്രിസ്ത്യൻ സോങ്ങാണ് അവൻ ആദ്യമായിട്ട് പാടിയത്. അതുകൊണ്ട് തന്നെ മാതാവിനും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ മകൻ ഇപ്പോൾ പൂർണ്ണ സൗഖ്യമായി. പുതിയൊരു സ്കൂളിൽ ഞാൻ അഡ്മിഷൻ എടുത്തു. ക്ലാസ്സിൽ തന്നെ 1ാമതായി അവൻ നിൽക്കുന്നു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം. രണ്ടാമത്തെ നിയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ OET ആയിരുന്നു. ഞാനൊരു നേഴ്സായിരുന്നു. 2008 പാസ് ഔട്ടാണ്. പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് നാട്ടിൽ ഞാൻ ലെക്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു എൻ്റെ കല്യാണം. അങ്ങനെ ഞാൻ UK ഹസ്ബൻഡിൻ്റെ കൂടെ പോയി അവിടെ സെറ്റിൽഡായിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി കുട്ടികളായതുകൊണ്ട് തന്നെ കുട്ടികളായതിന് ശേഷം എൻ്റെ പഠിത്തത്തെക്കുറിച്ചും, അതായത് OET പഠനത്തെക്കുറിച്ചും അവിടെ ലൈസൻസ് എടുക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് 2021 അതായത് മകനുണ്ടായതിന് ശേഷം. അപ്പോൾ ഞാൻ പലതവണ OET ട്രൈ ചെയ്തു. എൻ്റെ മെറിറ്റ് കൊണ്ട് നടക്കത്തില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമായി. ഞാൻ അതായത് നഴ്സിങ്ങിൻ്റെ പിന്നെ BSc ആയാലും MSc ആയാലും നല്ല മാർക്കോടി പാസ്സായ ഒരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് OET എന്ത് ചെയ്തിട്ടും എനിക്ക് എൻ്റെ ഒരു മെറിറ്റ് വർക്കൗട്ട് ആവുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞു, ഞാൻ നാട്ടിൽ എന്നാണോ വരുന്നത് അന്ന് ഞാൻ ഈ OET പാസ്സാവുകയാണെങ്കിൽ ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന്. ആഫ്റ്റർ 4 attempts ആണ് ഞാൻ പാസ്സാവുന്നത്. എൻ്റെ സ്കോറ് എപ്പോഴും കുറയുന്നത് എനിക്ക് സ്പീക്കിങ്ങിനായിരുന്നു. 10 marks ഡിഫറൻസിനാണ് കുറയുന്നത്. പല പ്രാവശ്യം റീവാലുവേഷൻ എഴുതിയപ്പോഴൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് തിരിച്ച് വന്നിട്ടില്ല. അങ്ങനെ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് തിരിച്ചു പോയതിന് ശേഷം ഞാൻ ഒരു നൈറ്റിൽ സ്വപ്നം കാണുവാണ്. എൻ്റെ സ്കോറ് 5th attempt അത് റീവാലുവേഷൻ എടുത്തപ്പം 340 എന്നുള്ളത് 350 ആയിട്ട്, അതായത് നമ്മുടെ റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസമാണ് എനിക്ക് സ്വപ്നം കണ്ടത്. അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി മാതാവ് അതിൽ ഇടപെട്ടു എന്നുള്ളത്. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. അതിന് മാതാവിനും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. മൂന്നാമതായിട്ട് എനിക്ക് ഓൺ ആൻഡ് ഓഫ് ഇങ്ങനെ നടുവേദന വരാറുണ്ടായിരുന്നു. പല ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടുണ്ട്, ഫിസിയോ ചെയ്തിട്ടുണ്ട്. കുറേ നാളായിട്ടുള്ള നടുവേദനയാണ്, അതായത് നഴ്സിംഗ് പഠനം തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള നടുവേദനയാണ്. അതിന് പക്ഷേ ഒരു തെറാപ്പി കൊണ്ടും എനിക്കൊരു വ്യത്യാസം ഉണ്ടായില്ല. L3 L4 പ്രൊലാപ്സ് എന്നായിരുന്നു അന്നത്തെ MRI ഡയഗ്നോസിസ്. പല ഹോസ്പിറ്റൽസിലും മാറി കാണിച്ചു. UK ചെന്നിട്ടും അവിടെയും കാണിച്ചു. അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ സെക്കൻഡ് ബേബി ഡെലിവറിക്ക് പോകുന്ന സമയം അവരൊരു പിന്നെ സ്പൈനൽ അനസ്തേഷ്യ തരുന്നതിന് മുമ്പ് MRI സ്കാൻ ചെയ്യണമെന്നത് പറഞ്ഞായിരുന്നു. അപ്പോൾ MRI സ്കാൻ ചെയ്തതിലും ഫസ്റ്റ് 3 റിപ്പോർട്ട്സിലും MRIയിൽ പ്രൊലാപ്സ് കാണിച്ചത് ലാസ്റ്റ് റിപ്പോർട്ട്, അതായത് UK റിപ്പോർട്ടിൽ നെഗറ്റീവ്, അതായത് അങ്ങനെ ഒരു പ്രൊലാപ്സ് ഇല്ല എന്നാണ് എനിക്ക് റിപ്പോർട്ട് വന്നത്. അതിന് മെയിനായിട്ടും ഉടമ്പടി ആരാധന ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. സ്ഥിരമായി ഉടമ്പടി ആരാധന കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. മാതാവിനോട് ക്ഷമ ചോദിക്കുന്ന ഈ ഒരു മാസം എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ കൊണ്ട് എനിക്ക്
കാണാൻ പറ്റിയിട്ടില്ല. ഈ ഒരു മാസത്തെ ഒരു ആരാധനയും കൂടാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ ഉറപ്പ് കൊടുക്കുന്നു, ഞാൻ തിരിച്ചെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് മാറി വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും എല്ലാ ആരാധനയും കുടിശ്ശിക ചേർത്ത് കാണുന്നതാണ്. അപ്പം അങ്ങനെ ഇരിക്കെ അപ്പോൾ ഉടമ്പടി തൈലം ഞാൻ ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു ആരാധനയുടെ എഫക്റ്റ് ഉണ്ട്. നടുവേദന പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. ഇപ്പോൾ അങ്ങൊരു നടുവേദന ഇല്ല എനിക്ക്. നാലാമതായിട്ട് എനിക്ക് കുറച്ച് ഫിയർ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ക്ലസ്ട്രോഫോബിയ എന്ന് പറയും. ക്ലോസ്ഡ് സ്പേസസ് ഭയങ്കര പേടിയാണ് എനിക്ക്. അപ്പം ആ ക്ലോസ്ഡ് സ്പേസസ് പേടിയാവാൻ ഉണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാൻഡമിക് സമയത്ത് പ്രഗ്നൻസി സമയത്ത് നമുക്ക് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ക്വാറൻറ്റൈൻ ആയിരുന്നു. ആർക്കും പുറത്തോട്ട് പോകാനുള്ള ഒരു പെർമിഷൻ ഇല്ല. അപ്പോൾ ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ. ഹസ്ബൻഡ് ജോബിന് പോകുമ്പോൾ തിരിച്ചു വരും. പക്ഷേ ഞാൻ ഓവറോൾ പ്രഗ്നൻസിയിൽ ഒറ്റയ്ക്ക് തന്നെ മാനേജ് ചെയ്യണം എല്ലാ കാര്യങ്ങളും. പുറത്തോട്ട് പോയാൽ തന്നെ നമുക്ക് 10 പേരോടും മിണ്ടാൻ പറ്റില്ല. അങ്ങനെ ഇരുന്ന് എനിക്ക് ആകപ്പാടെ ഫോണാണ് ആകപ്പാടെയുള്ളൊരു ഇതെന്ന് വെച്ചാൽ. അപ്പം നമുക്കിവിടെ ടൈം ഡിഫറൻസ് ഉള്ളതുകൊണ്ട് എപ്പോഴും ചിലപ്പോൾ പേരൻസിനെ വിളിച്ചാലോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ വിളിച്ചാലോ കിട്ടിയെന്നിരിക്കത്തില്ല. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനൊരു ഫോബിക് വന്നത് കാരണം എനിക്ക് ഡെലിവറി ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ അങ്ങനൊരു പ്രശ്നം മുമ്പേ ഉണ്ടായിരുന്നില്ല. ഈ ഒരു കോവിഡ് പാൻഡമിക്ക് ശേഷം ഉണ്ടായ വലിയൊരു ദുരന്തമായിരുന്നു അതെനിക്ക്. എനിവേ അത് ഞാൻ ഇവിടെ മാതാവിൻ്റെ ഉടമ്പടിയിലും ഞാൻ 4ാമത്തെ നിയോഗമായിട്ട് വെച്ചു. ഇപ്പോൾ ആ ഒരു പ്രശ്നമില്ല. ഇന്ന് ഉടമ്പടി ആരാധന ഇവിടെ വന്ന് എനിക്ക് കൂടാൻ പറ്റി. നല്ല ക്ലട്ടേർഡായിരുന്നു എല്ലായിടവും. പക്ഷേ എനിക്ക് അവിടെ ഇരുന്ന് എല്ലാം നന്നായി കാണാനും പ്രാർത്ഥിക്കാനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എനിക്ക് ഉടമ്പടി ആരാധന കൂടാനും പറ്റി. പിന്നെ ഞാൻ ഈ തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം മാതാവിനോട് എന്നും കടപ്പെട്ടിരിക്കും. ഞാൻ ഉടമ്പടിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു, മാതാവിന് വാക്ക് കൊടുക്കുകയാണ്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവിടെ കാരുണ്യ പ്രവർത്തികളായിട്ട് അങ്ങനെ ചെയ്യാനൊന്നും പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്ത് പേഷ്യൻറ്റിനെ പോയി കാണാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഞാൻ ഒരു നേഴ്സ് ആയതുകൊണ്ട് ഞാൻ എടുക്കുന്ന പേഷ്യൻസിനെ ആരായാലും ശരി, ഞാൻ കുരിശ് വരച്ചാണ് ഞാൻ പേഷ്യൻസിനെ ടേക്ക് ഓവർ ചെയ്യാറുള്ളത്. അവർക്ക് പെട്ടെന്ന് സൗഖ്യം കിട്ടണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ കൈ കൊണ്ട് ഒരു പേഷ്യൻ്റ് പോലും ഒരു ഡെത്ത് കെയർ കൊടുക്കാനായിട്ട് ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും എൻ്റെ ഡ്യൂട്ടി ടേക്ക് ഓവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ ഉടമ്പടി കൃപാസന പത്രം ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് മലയാളവും ഇംഗ്ലീഷും ഉണ്ടായിരുന്നു. മലയാളം ഞാൻ കൂടെയുള്ള കൊളീഗ്സും അതുപോലെ തന്നെ വേറുള്ള ഹോസ്പിറ്റലിലെ ആൾക്കാർക്ക് കൊടുത്തു. ഇംഗ്ലീഷ് കൃപാസന പത്രം അങ്ങനെ അധികം ആർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഈ കൃപാസന പത്രമായിട്ട് ഞാൻ ഒരു ദിവസം എനിക്കിത് കൊടുക്കാനായിട്ട് അധികം ക്ലോസ് ഫ്രണ്ട്സും ഇല്ല. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, കൊടുക്കുന്നെങ്കിൽ ഒട്ടും ഈ മാതാവിനെക്കുറിച്ച് ഒരിക്കലും അറിഞ്ഞുകൂടാത്തൊരു വ്യക്തിക്ക് ഇത് കൊടുക്കണം, മാതാവിനെ അറിയിക്കണം. അതുവഴി അവർക്ക് എന്തെങ്കിലും ഒരു രോഗസൗഖ്യമോ അവരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആവശ്യം നടക്കണം. അങ്ങനെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അങ്ങനെ ഇത് ഒരു പ്രാവശ്യം ഈവനിങ് ഞാനാണെങ്കിൽ നമ്മുടെ നോർമൽ ബസ്സിൽ കയറിയിട്ട് ഞാൻ അതിനകത്ത് കയറി അടുത്തുള്ളൊരു സ്റ്റോപ്പിലേക്ക് ടിക്കറ്റ് എടുക്കും. എന്നിട്ട് ഞാനും എൻ്റെ മോനും കൂടാണ് കൃപാസന പത്രം അവിടെയുള്ള ഇംഗ്ലീഷ് പീപ്പിളിന് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ ആൾക്കാരിങ്ങനെ കൂടുതൽ ധർമ്മത്തിനുള്ള ആൾക്കാർ അങ്ങനെയില്ല. അപ്പം കൂടുതൽ വരുന്നത് റെഫ്യൂജീസ്, ഹോംലെസ് അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു. അപ്പം ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരെ പലരും നെഗ്ലക്റ്റ് ചെയ്യാറുണ്ട്. കാരണം അവിടെ എല്ലാവിധ സൗകര്യവും അവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവരത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാതും ഡ്രഗ്സും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അടിമപ്പെട്ട് പോയത് കൊണ്ട് ഗവൺമെൻറ് തന്നെ അവിടെ കൊടുക്കുന്നൊരു പണിഷ്മെൻ്റ് ആയിരുന്നു ഹോംലെസ് എന്ന് പറയുന്നത്. ഇവരെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. കാരണം വലിയ ഏജൊന്നുമുള്ള കുട്ടികളല്ല, ചിലപ്പോൾ ഒരു 18 ഇയേഴ്സ് മുതലുണ്ട് അങ്ങോട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്സിൻ്റെ ഫ്രണ്ടിലും അതുപോലെ തന്നെ വലിയ ബസ് സ്റ്റാൻഡുകളിലൊക്കെ സാധാ ബ്ലാങ്കറ്റ് വിരിച്ചാൽ കിടന്നുറങ്ങുന്നത്. ഇത്രയും തണുപ്പ് രാജ്യത്ത് നമ്മൾക്ക് പോലും വീടിനകത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് ടോളറൻസ് പറ്റത്തില്ല, അത്രയ്ക്ക് തണുപ്പാണ്. അപ്പം ഇവർക്ക് വേണ്ടിയിട്ട് ഞാനപ്പം അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് പൈസ മതി. അവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കുകയോ അല്ലെങ്കിൽ അതൊന്നും വേണ്ട, അവർക്ക് പൈസ മതി. പൈസ അവർക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ്. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനൊക്കെയുള്ള സഹായങ്ങൾ അവർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഫുഡായാലും അവർക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ബസ്സിൽ അവരെ കയറ്റില്ല. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് അവിടെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യവും. അവർക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ആൾക്കാരാരുമില്ല. പിന്നെ അവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല പലരും. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം അവരൊക്കെ ചെയ്തതിൽ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് മെറിൻ. ഞാൻ കൊല്ലം രൂപതയിൽ സെൻറ്റ് തോമസ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു. 2018 ഫെബ്രുവരിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടേക്ക് കടന്നു വരുന്നത്.
എനിക്ക് 13 വർഷമായിട്ട് അർഷസിൻ്റെ രോഗമുണ്ടായിരുന്നു. അത് ബ്ലീഡിങ്ങോടുകൂടിയായിരുന്നു. രോഗം അങ്ങേയറ്റം മൂർച്ഛിച്ചപ്പോഴാണ് ഞാനിവിടേക്ക് വരുന്നത്. ഞാനിവിടെ വന്നിറങ്ങിയ ആ നിമിഷം തന്നെ എൻ്റെ അസുഖം എടുത്തു മാറ്റി, ബ്ലീഡിങ്. ഇപ്പം 6 വർഷമാകുന്നു, ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ ഞാൻ MSW പഠിച്ച് തമിഴ്നാട്ടിൽ പഠിച്ചിട്ട് 3 വർഷമായിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ വാങ്ങാൻ പോകുമ്പോൾ എനിക്ക് ലഭിക്കത്തില്ല. എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാനത് ഉടമ്പടിയിൽ വെച്ചിരുന്നു. ഞാൻ ജോസഫ് അച്ഛനെ കണ്ടു. ഈ ഒരു കാര്യം ഞാൻ ഫാദറിനോട് പറഞ്ഞു. അപ്പം ഫാദർ അവിടേക്ക് പോയിക്കോളാൻ പറഞ്ഞു. ഒരു പ്രശ്നമില്ല, ഒരു തടസ്സമില്ലാതെ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ അവിടേക്ക് പോയി. ഒരു തടസ്സമില്ലാതെ പെട്ടെന്ന് അന്ന് തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് ഓരോ സെക്ഷനിൽ നിന്നും ഫോർവേഡ് ചെയ്യുമായിരുന്നു. അന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടി. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോരുന്നു. അതുപോലെ